കൊല്ലം ബീച്ചിന് സമീപമുള്ള മഹാത്മാഗാന്ധി പാർക്ക് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. ഇതിനെ കൊല്ലം മേയർമാർ ഭരണം മാറി മാറി വരുന്നു. പക്ഷേ ഇവിടുത്തെ കൊല്ലത്തുള്ള ജനങ്ങൾക്ക് കുടുംബവും കുട്ടികളുമായിട്ട് വന്നിരിക്കാനുള്ള ഈ ഒരു പാർക്കാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്നത്. ഇവിടെ വിളക്കുകളുമില്ല, വെട്ടങ്ങളുമില്ല. രാത്രികാലങ്ങളിൽ ഇവിടെ മദ്യവും മയക്കുമരുന്നും വ്യാപാരത്തിനും അത് ഉപയോഗിക്കാനുമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ പാർക്ക് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലറിയാം, മന്ത്രിമാരും MLA-മാരും MP-മാരും എല്ലാം സർക്കാരും എല്ലാം തന്നെ മയക്കുമരുന്നിനെതിരെയും ഒക്കെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടി പോരാടുമ്പോഴാണ് കൊല്ലത്ത് ഇത്തരത്തിൽ ഒരു പാർക്ക് അടച്ചിട്ടിരിക്കുന്നത്. കൊല്ലം ജനങ്ങൾക്ക് കുട്ടികളും കുടുംബങ്ങളുമായിട്ട് വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യമുള്ള വളരെ നല്ല രീതിയിലുള്ളൊരു പാർക്കാണ്. പക്ഷേ ഈ പാർക്ക് നടത്താൻ വേണ്ടി ഇതിവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാക്കാൻ വേണ്ടി ഒരു കരാറുകാരൻ കൊല്ലം കോർപ്പറേഷനിൽ ഏതാണ്ട് 40 ലക്ഷം രൂപ അടയ്ക്കുകയും അദ്ദേഹം ചൈനയിൽ പോയിട്ട് ഇവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട് പോവുകയും അവിടെ ഓർഡർ കൊടുക്കുകയൊക്കെ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടാക്കാൻ അനുമതി ചോദിച്ചപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാതിരിക്കുകയും പിന്നീട് കരാറുകാരനും കോർപ്പറേഷനുമായിട്ടുള്ള മത്സരത്തിൽ കരാറുകാരൻ പിൻവാങ്ങുകയും ആ പൈസ ഇതുവരെയും തിരിച്ചു കൊടുത്തിട്ടില്ല. ഏതാണ്ട് 40 ലക്ഷം രൂപ കോർപ്പറേഷനിൽ നിന്നും തിരികെ വാങ്ങാനുമായിട്ട് നടപടിക്രമങ്ങളുമായിട്ട് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് കോടതി വ്യവഹാരങ്ങൾ നടക്കുകയാണ്. എന്തായിരുന്നു നിങ്ങളുടെ കമ്പനിയും കൊല്ലം കോർപ്പറേഷനുമായിട്ടുണ്ടായിരുന്ന കരാർ? അതായത് ടൂറിസം മേഖലയിൽ നല്ലൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കമ്പനി കൊല്ലം കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള ഈ പാർക്ക് ഒരു ടെൻഡർ വിളിച്ചതായി അറിഞ്ഞ് നമ്മൾ കമ്പനി അതെടുത്ത് ഒരു ഹൈടെക് പാർക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തി. അതിനുവേണ്ടി നമ്മൾ 33 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്ത് എഗ്രിമെൻ്റ് ചെയ്ത് മാസം 7 ലക്ഷം രൂപയ്ക്ക് മേൽ വാടകയും നിശ്ചയിച്ചു. അങ്ങനെ ഇരിക്കെ ചൈനയിൽ നിന്നും അത്യാധുനിക കളിക്കോപ്പുകൾ വാങ്ങി അഡ്വാൻസും ചെയ്ത് നമ്മൾ അത് വരുന്ന കാലതാമസം വന്നതുകൊണ്ട് ടെമ്പററി ആയിട്ട് പൂട്ടിക്കിടക്കേണ്ടെന്നൊരു ടെമ്പററി ആയിട്ട് ഓണക്കാലമായതുകൊണ്ട് ടെമ്പററി ആയിട്ട് 3 ഫുഡ് കോർട്ട് ടെമ്പററി ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാണ് നമ്മളൊരു പെർമിഷന് വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ മാസം 7 ലക്ഷം രൂപ വാടക കൊടുക്കുകയും വേണം. അപ്പോൾ 7 ലക്ഷം രൂപ നമുക്ക് മാസം കൊടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് പിരിവ് കിട്ടണമല്ലോ. അപ്പോൾ ഒരു ടെമ്പററി ഫുഡ് കോർട്ട് ഇട്ടാൽ അതും ഒരു സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ടെമ്പററി ഫുഡ് കോർട്ടിന് പെർമിഷൻ കൊടുത്തപ്പോൾ അത് നിരസിച്ചു കോർപ്പറേഷൻ. നിരസിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് പിന്നെ മുന്നോട്ട് പോയിട്ട് വരാം. അവരന്നേരം പറഞ്ഞത് ഉള്ള സൗകര്യങ്ങളിൽ നിങ്ങൾ നടത്തിപ്പോകാൻ. അപ്പോൾ 7 ലക്ഷം രൂപ മാസം പിരിയണമെന്നുണ്ടെങ്കിൽ ഉള്ള സൗകര്യം കൊണ്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കൈനഷ്ടം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഹൈക്കോടതി അപ്പോൾ നിങ്ങളത് വേണ്ടെന്ന് വെക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത പൈസ, കരാറിൻ്റെ പൈസ തിരിച്ചു തരണ്ടേ? തിരിച്ച് ഇതുവരെയും കിട്ടിയിട്ടില്ല. അവരെന്താണ് പറയുന്നത്? അവർ ഒരു മറുപടിയും തരുന്നില്ല. അവർ പൈസ തിരിച്ചു തരാൻ പറ്റത്തില്ല. വാടക നമ്മൾ എഴുതി വാക്കാല സ്മാർട്ട് വഴി നമ്മൾ ക്യാൻസലേഷൻ എഴുതി കൊടുത്തതാണ്. നമുക്കിത് മുന്നോട്ട് ഈ രീതിയിൽ നടത്താൻ പറ്റത്തില്ല. എന്നിട്ടും അവർക്ക് തിരിച്ചു തരുന്നതിനുള്ള യാതൊരു നടപടി ഉണ്ടാകാത്തതിൻ്റെ പേര് നമ്മൾ ഹൈക്കോടതി. നിങ്ങളുമായിട്ട് കരാറ് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ഒഴിവാക്കി മറ്റേതെങ്കിലും കമ്പനിയെ കൊടുത്ത് ഈ കൊല്ലം ജില്ലയിലെ ജനങ്ങൾക്ക് ഒരു പാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതല്ലേ? അതെ. അതിനുള്ള ഒരു സൗകര്യങ്ങളും അധികൃതരാരും ശ്രമിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് നമ്മളത് പിൻവലിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇപ്പോൾ കോടതിയിൽ പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. കോടതിയിൽ പോയിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. മോനിഷ്ടമാണോ പാർക്ക് കയറുന്നത്? മോനിപ്പോൾ വന്നപ്പം വിഷമമുണ്ടായോ പാർക്കില്ലാത്തതുകൊണ്ട്? ആണോ? ഒരു അടുത്ത വർഷമെങ്കിലും ഒരു തുറക്കുമെന്ന് നോക്കട്ടെ. എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. മുൻപ് കൊച്ചിലേക്ക് ഇവിടെ പാർക്കിൽ വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇത് തുറക്കാതിരുന്നുണ്ട് വിഷമം വല്ലതും ഉണ്ടോ? വിഷമമുണ്ട്. കൊച്ചിനെ കൊണ്ട് കയറ്റാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. ആണോ? ഉണ്ടായിരുന്നു, പക്ഷേ അടഞ്ഞടക്കുന്നു. അതുകൊണ്ട് വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ബോറടിക്കുന്നല്ലേ? പാർക്ക് ഉണ്ടായിരുന്നെ കുറച്ചുകൂടെ എൻജോയ് ചെയ്യായിരുന്നു. കൊച്ചിന് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഒരു കച്ചവടക്കാരനാണ്. പക്ഷേ എൻ്റെ കുഞ്ഞു പ്രായം മുതൽ വളർന്നു വരുമ്പോൾ ഇവിടെ മഹാത്മാഗാന്ധി പാർക്കിൻ്റെ ഒരു വിശേഷമെന്ന് പറഞ്ഞാൽ വളരെ ഒരു ചിത്രമായിരുന്നു. ആ ചിത്രം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇത് വളരെ അപൂർവമായിട്ട് കൊല്ലം കോർപ്പറേഷൻ വന്നതിന് ശേഷം ഇത് വളരെ ഒരു വൃത്തികേടായിട്ടാണ് ഈ പ്രദേശത്തെ എൻ്റെ ഈ വളർച്ചയിൽ കാണുന്നത്. ഇത് വളരെ സമൂഹമായിട്ട് കാണുമ്പോൾ ഈ ജനങ്ങൾക്കും ജനലക്ഷങ്ങളും കുഞ്ഞുകുട്ടികളുമായിട്ട് വന്ന് തിങ്ങിപ്പാർക്കുമ്പോൾ പോലും ഒന്ന് കയറി നിൽക്കുവാനോ ഒരവസരമോ ഒരു മഴ പെയ്താലോ ഒരു വെള്ളിയിടി പെട്ടിയാലോ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ട് സംരക്ഷണം ചെയ്യണം എന്ന്
അവർക്ക് കയറി പാർക്കിടമില്ലാത്ത ഒരു രീതിയാണ് ഇന്ന് കൊല്ലം മഹാത്മാഗാന്ധി പാർക്ക് എന്ന് പറയുന്നത്. തുറഞ്ഞ് പ്രവർത്തിക്കാത്തതിൻ്റെ രീതി എന്താണെന്ന് എൻ്റെ ഈ 57-ാം വയസ്സിലും ഇത്രയും ആയിട്ടുണ്ടു ഈ പ്രായരീതി. ഇതേവരെയും ഇത് കച്ചവടമാണോ ഇത് കപടമാണോ എന്ന് പോലും അറിയാത്ത ഒരു ജനപ്രീതന്മാരെല്ലാം ഇവിടെ വളർന്നു വരുന്നല്ലോ. ഇവർക്ക് കൊണ്ട് ഇതൊന്നും കഴിയുന്നില്ലേ? ഇത് തുറക്കുവാൻ ഈ മഹാത്മാഗാന്ധി ഉണർന്നു നിൽക്കുവാണോ ഉറങ്ങി നിൽക്കുവാണോ എന്നാണ് ഈ സംശയം. നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി നിരവധി സ്ഥലങ്ങളിൽ ഇപ്പം അറിയാം പാലത്തിനടിയിൽ പാർക്കുണ്ടാക്കുന്ന ഒരു സംവിധാനവുമായിട്ടാണ് പോകുന്നത്. പക്ഷേ പാലത്തിനുള്ളിൽ വരുന്ന മലിനജലങ്ങളും മാലിന്യങ്ങളുമെല്ലാം ഒഴുകി ഈ വി പാർക്ക് എന്ന് പറയുന്ന ഇതിനടിയിലാണ് വന്നിരിക്കുന്നത്. അവിടെയാണ് ജനങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞ് അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ഈ മാലിന്യങ്ങൾക്ക് മുകളിലാണ് ഈ ജനങ്ങളെല്ലാം ഇരിക്കുന്നത്. അത്തരത്തിലൊരു സ്ഥലത്താണ് വി പാർക്ക് എന്നും പറഞ്ഞ് പാലത്തിൻ്റെ മുകളിൽ താഴെ വി പാർക്ക് ടൂറിസം മന്ത്രി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനമൊട്ടാകെ ഇത്തരത്തിൽ പാലത്തിനടിയിൽ പാർക്കുണ്ടാക്കുന്ന സമയത്താണ് ഇത്തരം മനോഹരമായ മഹാത്മാഗാന്ധി പാർക്ക് പോലുള്ളത് കൊല്ലം ജില്ലയിൽ അടഞ്ഞു കിടക്കുന്നത്. എന്തായാലും അതിനൊരു പരിഹാരമുണ്ടാകട്ടെ. കരാറുകാരന് അതിന് നിയമ നടപടികൾ അവസാനിപ്പിച്ച് കൊല്ലം ജനതയ്ക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് ഈ കാടും ഇവിടെ ലഹരി വിഹാര കേന്ദ്രങ്ങളാക്കി മാറ്റാതെ കോർപ്പറേഷനും മേയറും അല്ലെങ്കിൽ സർക്കാർ ആരാലും മുൻകൈയെടുത്ത് ഇത്തരം ജനങ്ങൾക്ക് വേണ്ടുന്ന ഈ പാർക്ക് ഈ ബീച്ചിലെ ഈ പാർക്ക് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നോ അടക്കണം. കർമ്മ ന്യൂസ് രാമഭദ്രൻ.